ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 24 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ ആയിട്ട് ലയിക്കാൻ പോകുന്നു. CAPFലെ ഒരു പുതിയൊരു മാറ്റം, അതായത് ഗ്രൂപ്പ് എ ഓഫീസേഴ്സ് ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് ഓർഗനൈസ്ഡ് സർവീസ് എന്ന രീതിയിലായിരിക്കും. വൺ നേഷൻ വൺ മിഷൻ എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഈ പ്രാവശ്യത്തെ വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് ലോക പരിസ്ഥിതി ദിനമായിട്ടുള്ള തീം ആണ്. ജസ്റ്റിസ് കെമ്പയ്യ സോമശേഖർ 9ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: കൊങ്കൺ റെയിൽവേ സെറ്റ് ടു മെർജ് വിത്ത് ഇന്ത്യൻ റെയിൽവേ. കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ ആയിട്ട് ലയിക്കാൻ പോകുന്നു എന്നാണ് കൊങ്കൺ റെയിൽവേ സ്ഥാപിതമായിട്ടുള്ളത്. ഏതെല്ലാം സംസ്ഥാനങ്ങൾ വഴിയാണ് കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്നത്? നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ ഇന്ത്യൻ റെയിൽവേയുമായി ലയിപ്പിക്കുന്നതിന് ഏത് സംസ്ഥാന സർക്കാരാണ് അനുമതി നൽകിയത്? മഹാരാഷ്ട്ര സർക്കാർ. മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്, അതായത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ ഇന്ത്യൻ റെയിൽവേ ആയിട്ട് ലയിപ്പിക്കാൻ പോകുന്ന ആ ഒരു തീരുമാനം. ഇത് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഒരു തീരുമാനമാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണിത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന 3 സംസ്ഥാനങ്ങൾ ഏതാണ്? മഹാരാഷ്ട്ര, ഗോവ, കർണാടക. മഹാരാഷ്ട്ര, ഗോവ, കർണാടകയിലെ ആ ഒരു തീരദേശ ജില്ലകളിലൂടെ കടന്നു പോകുന്ന ഒരു റെയിൽ ആണ് കൊങ്കൺ റെയിൽവേ. നമുക്കറിയാം, നമ്മുടെ തന്നെ മംഗള എക്സ്പ്രസ്, ഇത് എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ്, ഇത് തുടക്കം മുതലേ, അതായത് കൊങ്കൺ റെയിൽവേ സ്ഥാപിതമായതിനു ശേഷം വന്നിട്ടുള്ള ഏറ്റവും പഴയൊരു റെയിൽ സർവീസ് ആണ്. അതിനുശേഷം നിരവധി റെയിൽ സർവീസ് ആണ് കേരളത്തിൽ നിന്ന് മുംബൈ വഴി, അതായത് ഈ റൂട്ട് കടന്നു പോകുന്നത്. ഇതിപ്പോൾ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ തീരുമാനപ്രകാരം ഇന്ത്യൻ റെയിൽവേ ആയിട്ട് ലയിക്കാൻ പോവുകയാണ്. കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുമായി ലയിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ പേര് ദേവേന്ദ്ര ഫട്നാവിസ്. മഹാരാഷ്ട്രയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആണ് ദേവേന്ദ്ര ഫട്നാവിസ്. അദ്ദേഹമാണ് ഈ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്, അതായത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ അത് ഇന്ത്യൻ റെയിൽവേ ആയിട്ട് ലയിപ്പിക്കുന്ന കാര്യം. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ രൂപീകരിച്ചത് ഏത് വർഷത്തിലാണ്? 1990 ജൂലൈ 19. ഇന്ന് ഏതാണ്ട് 35 വർഷം കഴിഞ്ഞിരിക്കുന്നു കൊങ്കൺ റെയിൽവേ സ്ഥാപിതമായിട്ട്. 1990 ജൂലൈ 19 കൊങ്കൺ റെയിൽവേ ഫോം ചെയ്തിട്ടുള്ളത്. ഇന്ന് മഹാരാഷ്ട്ര, ഗോവ, കർണാടകയിലൂടെ കടന്നു പോകുന്ന ഒരു റെയിൽ സർവീസ് ആണ് കൊങ്കൺ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുമായി ലയിച്ചതിന് ശേഷം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ്റെ പേര് എന്തായിരിക്കും? കൊങ്കൺ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ആയിട്ട് അത് ലയിച്ചതിന് ശേഷവും കൊങ്കൺ റെയിൽവേയുടെ പേര് കൊങ്കൺ റെയിൽവേ തന്നെയായിരിക്കുള്ളൂ. കാരണം അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ഉപയോഗിക്കുന്നൊരു പേരാണ് കൊങ്കൺ റെയിൽവേ. അതുകൊണ്ട് തന്നെ അതിന് ആ പേര് മാറ്റുന്നില്ല, സെയിം പേര് തന്നെയായിരിക്കുള്ളൂ ഇനിയും അത് അറിയപ്പെടാൻ പോകുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഗ്രൂപ്പ് എ ഓഫീസേഴ്സ് ഓഫ് CAPF ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ഓർഗനൈസ്ഡ് സർവീസസ് SC. സുപ്രീം കോടതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് CAPFലെ ഓഫീസേഴ്സിനെ ഓർഗനൈസ്ഡ് സർവീസ് ആയിട്ട് പ്രഖ്യാപിച്ച കാര്യം. CAPF എന്നാൽ എന്താണ് CAPFൽ വന്നിട്ടുള്ള മാറ്റം? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 23 സുപ്രീം കോടതി വിധി അനുസരിച്ച് ഏത് സംഘടനയിലെ ഗ്രൂപ്പ് എ ഉദ്യോഗസ്ഥരെയാണ് സംഘടിത സേവനങ്ങൾ ആയി അംഗീകരിക്കുന്നത്? കേന്ദ്ര സായുധ പോലീസ് സേന, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, CAPF. CAPFലെ ഗ്രൂപ്പ് എ ഓഫീസേഴ്സിനെ ആണ് ഇനി ഓർഗനൈസ്ഡ് സർവീസസ് ആയിട്ട് ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത്. ഈ ഒരു ഓർഡർ നൽകിയിട്ടുള്ളത് സുപ്രീം കോടതിയാണ്. 2025 മെയ് 23 സുപ്രീം കോടതിയുടെ ഒരു പുതിയ റൂൾ വന്നിട്ടുള്ളത്. CAPFലെ ഗ്രൂപ്പ് എ ഓഫീസേഴ്സ്, അതായത് DIG, IG എന്നിവരെല്ലാം ഇനി അറിയപ്പെടാൻ പോകുന്നത് ഓർഗനൈസ്ഡ് സർവീസ് എന്ന പേരിലാണ്. CAPF വന്നിട്ടുള്ളത് ഏത് വർഷമാണ്? 2011 CAPF, അതായത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, ഇത് രൂപീകരിച്ചിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ വരുന്ന, ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഒന്നാണ് CAPF. എന്നാൽ CAPFലെ ഓരോ സേനകളും വന്നിട്ടുള്ളത് 2011 അതായത് ആസാം റൈഫിൾസ് തന്നെ പറയുമ്പോൾ ഏതാണ്ട് 100ഓളം വർഷം പഴക്കമുള്ള ഒരു സേനകളാണ്. BSF, CISF, CRPF എന്നിവയെല്ലാം CAPFന്റെ അണ്ടറിൽ വരുന്ന സേനകളാണ്, പാരാമിലിറ്ററി ഫോഴ്സസ് ആണ്.
2025 മെയ് 23 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം യഥാർത്ഥ സ്ഥാനക്കയറ്റം അവസരങ്ങളുടെ അഭാവത്തിൽ CAPF ഉദ്യോഗസ്ഥർക്ക് എന്ത് പ്രയോജനം ലഭിക്കും? അടുത്ത സീനിയർ ഓണററി റാങ്ക് നൽകാൻ. അതായത് CAPFലെ ഒരു ഉദ്യോഗസ്ഥൻ വിരമിക്കുമ്പോൾ ഒരുപക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രൊമോഷൻ ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഹോണറി റാങ്ക് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് വിരമിക്കാൻ സാധിക്കും. എന്നാൽ ഇത് ഓപ്ഷനിലാണ്. ഇത് അറിയിച്ചിട്ടുള്ളത് യൂണിയൻ മിനിസ്ട്രി ആണ്. ഈ കഴിഞ്ഞ ദിവസം, അതായത് മെയ് 23 അറിയിച്ചിട്ടുള്ളത്. യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ആണ് CAPF കൺട്രോൾ ചെയ്യുന്ന മിനിസ്ട്രി ആണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ്, ആഭ്യന്തര മന്ത്രാലയം. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് വൺ നേഷൻ വൺ മിഷൻ എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ വേൾഡ് എൻവയോൺമെന്റ് ഡേ 2025. ഒരു രാഷ്ട്രം ഒരു ദൗത്യം, പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കൽ, ലോക പരിസ്ഥിതി ദിനം 2025. 2025 വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയി ബന്ധപ്പെട്ട് തീം പുറത്തിറങ്ങി. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കൽ, എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഇതാണ് 2025 വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട തീം. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ഏത് രാജ്യമാണ് ആതിഥ്യം വഹിക്കുക? റിപ്പബ്ലിക് ഓഫ് കൊറിയ. ലോകമെമ്പാടും ആഘോഷിക്കുന്ന, അതുപോലെ തന്നെ ആചരിക്കുന്ന ഒരു ദിവസമാണ് വേൾഡ് എൻവയോൺമെന്റ് ഡേ. എന്നാൽ ഓരോ രാജ്യങ്ങൾ ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് ആതിഥ്യം വഹിക്കാറുണ്ട്. ഈ പ്രാവശ്യം 2025 വേൾഡ് എൻവയോൺമെന്റ് ഡേ അത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആതിഥ്യം വഹിക്കാൻ പോകുന്ന രാജ്യമാണ് ദി റിപ്പബ്ലിക് ഓഫ് കൊറിയ. എല്ലാ വർഷവും ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്ന ദിവസം ജൂൺ 5. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്, ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ, അതായത് ലോക പരിസ്ഥിതി ദിനം. ഈ പ്രാവശ്യം ഇത് ആതിഥ്യം വഹിക്കാൻ പോകുന്ന രാജ്യം എന്ന് പറയുമ്പോൾ സൗത്ത് കൊറിയയാണ്, അതായത് റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ് ഇത് ആഘോഷിക്കാൻ പോകുന്നത്, ആതിഥ്യം വഹിക്കാൻ പോകുന്നത്. എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് ഈ പ്രാവശ്യത്തെ തീം. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ജസ്റ്റിസ് കെമ്പയ്യ സോമശേഖർ വാസ് സ്വോൺ ഇൻ ആസ് ദി 9th ചീഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് കെമ്പയ്യ സോമശേഖർ 9ാമത് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തു. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മണിപ്പൂർ ഹൈക്കോടതിയുടെ 9ാമത് ചീഫ് ജസ്റ്റിസായി ആരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ജസ്റ്റിസ് കെമ്പയ്യ സോമശേഖർ. മണിപ്പൂരിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റമെന്ന് പറയുമ്പോൾ മണിപ്പൂർ ഹൈക്കോടതിയുടെ 9ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജസ്റ്റിസ് കെമ്പയ്യ സോമശേഖർ. രാജ്ഭവനിലെ ദർബാർ ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ഗവർണർ അജയ് കുമാർ ഭല്ല. ചീഫ് ജസ്റ്റിസ് ഓഫ് മണിപ്പൂർ ഹൈക്കോർട്ട് അതിന്റെ സത്യപ്രതിജ്ഞ ആ വാചകം ചൊല്ലിക്കൊടുത്തിട്ടുള്ള മണിപ്പൂരിന്റെ ഗവർണർ ആണ് ഗവർണർ അജയ് കുമാർ ഭല്ല. നമുക്കറിയാം, മണിപ്പൂർ എന്ന സംസ്ഥാനത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ കൂക്കീസ്, മേത്തീസ് തമ്മിലുള്ള ആ ഒരു വംശീയ കലാപം, ഇതെല്ലാം തന്നെ മണിപ്പൂരിൽ വന്നിട്ടുള്ള കഴിഞ്ഞ 2 വർഷത്തെ മാറ്റങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറ്റമാണ്, അതായത് മണിപ്പൂർ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് 9ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് കെമ്പയ്യ സോമശേഖർ ആ ഒരു ചുമതല ഏറ്റെടുത്തു. ഈ കഴിഞ്ഞ 20-ാം തീയതിയായിരുന്നു അദ്ദേഹത്തിന് നിയമിച്ചിട്ടുള്ളത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എത്ര ഹൈക്കോടതികളുണ്ട്? ആകെ 4. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ 4 ഹൈക്കോർട്ട്സ് ആണുള്ളത്. മേഘാലയ, മണിപ്പൂർ, ത്രിപുര, ഗുവാഹട്ടി. ഗുവാഹട്ടി ഹൈക്കോടതിയിൽ എത്ര സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളുന്നു? അസം, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്. 4 സ്റ്റേറ്റ്സ് ആണ് ഗുവാഹട്ടി ഹൈക്കോർട്ട് കൈകാര്യം ചെയ്യുന്നത്. ആസാം, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്. ഇന്നിപ്പോൾ പറയുമ്പോൾ ഹൈക്കോടതികളിൽ തന്നെ ഏറ്റവും പഴയ ഹൈക്കോടതിയുള്ളത് കൊൽക്കത്ത ഹൈക്കോടതിയാണ്. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് കനക് ബീറ്റ്സ് യൂറോപ്യൻ ചാമ്പ്യൻ ടു വിൻ ഗോൾഡ് മെഡൽ ഇൻ 10 മീറ്റർ എയർ പിസ്റ്റൾ. 10 മീറ്റർ എയർ പിസ്റ്റളിൽ യൂറോപ്യൻ ചാമ്പ്യനെ പരാജയപ്പെടുത്തി കനക് സ്വർണ്ണ മെഡൽ നേടി. കനക് ഇന്ത്യയിലെ പ്രൊഫഷണൽ ഷൂട്ടർ ആണ്, ജൂനിയർ ഷൂട്ടർ ആണ് കനക്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജർമ്മനിയിലെ സുഹ്ലിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ജൂനിയർ വേൾഡ് കപ്പിൽ ആദ്യമായി സ്വർണം നേടിയത് ആരാണ്? ഷൂട്ടർ കനക്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ഇത് നടക്കുന്നത് ജർമ്മനിയിലെ സുഹ്ലിയിലാണ്. ഇവിടെ വെച്ചുള്ള മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള ഷൂട്ടറാണ് ഷൂട്ടർ കനക്. ഒരു വർഷത്തിൽ എത്ര ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ വേൾഡ് കപ്പ് സ്റ്റേജുകൾ നടത്തുന്നു?
4 ISSF വേൾഡ് കപ്പ് സ്റ്റേജുകൾ. ഒരു വർഷം 4 ഏരിയയിലാണ് ISSF വേൾഡ് കപ്പ് നടക്കുന്നത്. അതായത് സീനിയർ ലെവലിലായാലും ജൂനിയർ ലെവലിലായാലും ശരി 4 ഏരിയസിലാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയിലാണ്. ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? മ്യൂണിക്, ജർമ്മനി. ജർമ്മനിയിലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള പ്രദേശമാണ് മ്യൂണിക്. ഇവിടെയാണ് ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷന്റെ ആസ്ഥാനം. നമ്മളിന്ന് 17 ചോദ്യങ്ങളാണ്, അതായത് കറണ്ട് അഫേഴ്സും GK ബന്ധപ്പെട്ട് 17 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മളിന്നും കുറച്ച് സമയം കറണ്ട് അഫേഴ്സിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കൂ. നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും. ജേഡീസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.